മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ്? മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? സ്തുതിക്കപ്പെട്ടവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണ്? സൗദി അറേബ്യയിലെ മക്കയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഏത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയം? സുബ്ഹിയോടടുത്ത സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കരുണയാണെന്ന് അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിലാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബ്വാ എന്ന സ്ഥലത്ത് വെച്ച്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണുള്ളത്? സൂറത്തുൽ ഫതഹ് ആയത്ത് 29. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രാമത്തെ വയസ്സിലാണ് നുബുവ്വത്ത് ലഭിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് ആരാണ്? പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി എവിടെ വെച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ ജോലി എന്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ പേരെന്ത്? ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ച സ്വഹാബി ആര്? നബി സല്ലല്ലാഹു തോഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആര്? അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ജീവിച്ചിരുന്ന ഏക സന്താനം? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഷായിറു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ടത് ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്? 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഉംറ നിർവഹിച്ചിട്ടുണ്ട്? ഉംറത്തുൽ ഹുദ, ഉംറത്തുൽ ഖദ്ദ, ജുറാനയിൽ നിന്ന് ഹജ്ജിന്റെ കൂടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ്? മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? സ്തുതിക്കപ്പെട്ടവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണ്? സൗദി അറേബ്യയിലെ മക്കയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഏത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയം? സുബ്ഹിയോടടുത്ത സമയം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കരുണയാണെന്ന് അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിലാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബ്വാ എന്ന സ്ഥലത്ത് വെച്ച്. മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണുള്ളത്? സൂറത്തുൽ ഫതഹ് ആയത്ത് 29. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രാമത്തെ വയസ്സിലാണ് നുബുവ്വത്ത് ലഭിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് ആരാണ്? പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി എവിടെ വെച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ ജോലി എന്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ പേരെന്ത്? ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ച സ്വഹാബി ആര്? നബി സല്ലല്ലാഹു തോഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആര്? അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ജീവിച്ചിരുന്ന ഏക സന്താനം? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഷായിർ റസൂലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ടത് ആര്? ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്? 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഉംറ നിർവഹിച്ചിട്ടുണ്ട്? ഉംറത്തുൽ ഹുദ, ഉംറത്തുൽ ഖദ്ദാ, ജുറാനയിൽ നിന്ന്, ഹജ്ജിൻ്റെ കൂടെ. ഹിറ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജബലുന്നൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിതാവിൽ നിന്നും അനന്തരം കിട്ടിയത് എന്തായിരുന്നു? കുറച്ച് ആടുകൾ, ബർക്ക എന്ന അബസീനിയൻ അടിമസ്ത്രീ. ഖുർആനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്? ഷിഉബ് അബി തോലിബിൽ അബൂ തോലിബിൻ്റെ വീട് ഉപരോധ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിഞ്ഞ ഏക ഭാര്യ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 2026 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ ജന്മദിനമാണ്? 1501. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം? റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യത്തെ പ്രവാചകൻ ആര്? നബി അലൈഹിസ്സലാം. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കലീമുല്ലാഹ് എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ? ഖുർആൻ പേരെടുത്തു പറഞ്ഞ് ശപിച്ച വ്യക്തി? അബൂ ലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത്? മസ്ജിദുൻ നബവി. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി? യുദ്ധത്തിനു പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിയുടെ മുടി തുന്നിപ്പിടിപ്പിച്ച സ്വഹാബി ആര്?
വലീദ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്ക്? ലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ആണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വർഷം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സന്തോഷത്തിൽ അബൂലഹബ് മോചിപ്പിച്ച സ്ത്രീ. സുവൈബത്തുൽ അസ്ലമിയ. ആമിന ബീവി മരണപ്പെട്ടത് നബിയുടെ എത്രാമത്തെ വയസ്സിൽ ആണ്? പ്രവാചക പത്നിമാരിൽ അവസാനം മരണപ്പെട്ടത് ആരാണ്? മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചത് ആരെയാണ്? മദീനയുടെ പഴയ പേര് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എന്ന്? റബീഉൽ അവ്വൽ 12 63-ാമത്തെ വയസ്സിൽ.